ഒരുപാട് പുതിയതും പഴയതും ആയ യൂണിവേഴ്സിറ്റികളിൽ സൈക്കോളജി കോഴ്സുകൾ ആരംഭിക്കുന്നുണ്ട്. ഈ പല സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകളും ഓർഗനൈസ് ചെയ്യാൻ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളിൽ പലരും എന്നോട് അഭിപ്രായം ചോദിക്കാറുണ്ട്. ഏതൊക്കെ സ്പെഷ്യലൈസേഷൻസാണ് വേണ്ടത്, റിസർച്ച് ഏതൊക്കെ ഏരിയകളിലായിരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിച്ചു. ഇന്നുള്ള പല സ്പെഷ്യലൈസേഷൻസും ശരിയായിട്ടുള്ള രീതിയിലല്ല നടത്തപ്പെടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സിലെങ്കിലും ശരിയായ രീതിയിൽ ഓപ്ഷണൽസും റിസർച്ചും മറ്റും കൊടുക്കേണ്ടതാണെന്ന് എനിക്ക് അഭിപ്രായം. ഈ സ്പെഷ്യലൈസേഷൻസിനെ പറ്റി ആലോചിക്കുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് ഹോസ്പിറ്റൽ റിലേറ്റഡ് കോഴ്സസ്, രണ്ട് ഹോസ്പിറ്റൽ അല്ലാതെയുള്ള ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുത്താത്ത അല്ലെങ്കിൽ ആശുപത്രിയുടെ ആവശ്യമില്ലാത്ത കോഴ്സുകൾ. ഇന്ന് ഗവൺമെൻറ്റിൽ സൈക്കോളജിക്കാർക്ക് ജോലി കൂടുതൽ കിട്ടുന്ന അവസരങ്ങൾ ഈ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളിലാണ്. അതുകൊണ്ട് ഈ പല യൂണിവേഴ്സിറ്റികളും അടുത്ത് ഹോസ്പിറ്റലൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഹോസ്പിറ്റൽ റിലേറ്റഡ് കോഴ്സുകൾ നടത്താറുണ്ട്. എന്നിട്ട് സ്റ്റുഡൻസിൻ്റെ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞ് അയക്കും. അപ്പോൾ ഈ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെയുള്ള ഇൻറ്റേൺഷിപ്പുകാരെ അക്കോമഡേറ്റ് ചെയ്യാനോ അവരെ ട്രെയിൻ ചെയ്യാനോ വേണ്ട സംവിധാനങ്ങളൊന്നും ഇല്ലതാണ്. അപ്പോൾ ഈ കോഴ്സെല്ലാം വേണ്ട രീതിയിലല്ല നടത്തപ്പെടുന്നത്. ഈ ഹോസ്പിറ്റൽ റിലേറ്റഡ് കോഴ്സുകളിൽ ഇന്ന് ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ക്ലിനിക്കൽ ന്യൂറോ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ന്യൂറോ സൈക്കോളജി എന്ന വിഭാഗമാണ്. അടുത്ത കാലത്താണ് ഇതിന് വലിയ വളർച്ച ഉണ്ടായത്. ഇപ്പോൾ സൈക്കോളജിയുടെ അപ്ലൈഡ് ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിങ്സ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്ലിനിക്കൽ ന്യൂറോ സൈക്കോളജി എന്ന കോഴ്സിനാണ്. ഇപ്പോൾ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ളത് ഈ വിഭാഗത്തിലുള്ള പ്രൊഫഷണൽസിനാണ്. ഇതിൻ്റെ കാരണം ഈ ന്യൂറോ സൈക്കോളജിയിൽ ഈ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിനുള്ള പ്രാധാന്യം അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഈ ന്യൂറോളജിസ്റ്റ് ഇൻഡിപെൻഡൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ന്യൂറോ സൈക്കോളജിസ്റ്റ് തന്നെ പറയുള്ളൂ. ന്യൂറോ സൈക്കോളജിസ്റ്റ് ഇൻഡിപെൻഡൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അയാളെ ന്യൂറോ സൈക്കോളജിസ്റ്റ് തന്നെ പറയുള്ളൂ. ഒരു ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ന്യൂറോ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവരെയാണ് ക്ലിനിക്കൽ ന്യൂറോ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കൻ സൈക്കോളജി അസോസിയേഷനാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞന്മാരുടെ സംഘടന. അതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പുള്ള അപ്ലൈഡ് ഏരിയ ഈ ക്ലിനിക്കൽ ന്യൂറോ സൈക്കോളജി എന്ന വിഭാഗത്തിനാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇത് വലിയ ഒരു അപ്ലൈഡ് ഏരിയ ആയിട്ട് വികസിച്ചിട്ടില്ല. പക്ഷേ ഇത് ഇനി ഭാവിയിൽ വികസിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഈ രണ്ടാമതായി ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ റിലേറ്റഡ് കോഴ്സ് ക്ലിനിക്കൽ സൈക്കോളജിയാണ്. ഈ സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഈ ടെസ്റ്റുകൾ അഡ്മിനിസ്റ്റർ ചെയ്ത് സൈക്കോളജിക്കൽ ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്ത് റിസൾട്ട് കൊടുക്കുകയാണ് ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ജോലി. ഇതിന് ഈ പേഷ്യൻസിന് ടെസ്റ്റുകൾ കൊടുക്കുകയും അതിൻ്റെ റിസൾട്ട് എടുക്കുകയും ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്ന ജോലി ഒരു സൈക്യാട്രി വിഭാഗത്തിൽ തന്നെയാണ്
ഈ ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് ഹെൽത്ത് സൈക്കോളജിയാണ്. അത് സൈക്യാട്രിയും ന്യൂറോളജിയും അല്ലാതെ ബാക്കിയുള്ള ആശുപത്രിയിലെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്ന മനഃശാസ്ത്രജ്ഞന്മാർക്കാണ് ഹെൽത്ത് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ട് ഇന്ന് മിക്ക ആശുപത്രികളിലെ ഡിപ്പാർട്ട്മെൻറ്റുകളിലും മനഃശാസ്ത്രജ്ഞന്മാരുടെ സേവനം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതിനുള്ള ട്രെയിനിങ്ങും ആശുപത്രികളിൽ വെച്ച് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. നാലാമതായിട്ട് വരുന്ന ഹോസ്പിറ്റൽ റിലേറ്റഡ് കോഴ്സ് സൈക്കോതെറപ്പിയാണ്. ഈ സൈക്കോതെറപ്പിയും അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനിലെ ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ ഡിവിഷനാണ്. ഈ സൈക്കോതെറപ്പി എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രപരമായ ചികിത്സ. ഇതൊരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ കൗൺസിലിംഗ് കൊടുക്കുമ്പോഴാണ് അതിന് സൈക്കോതെറപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള ട്രെയിനിങ്ങും ഈ ഹോസ്പിറ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഇന്ന് പല ഹോസ്പിറ്റൽസിലും ഈ ഹോസ്പിറ്റൽ റിലേറ്റഡ് സൈക്കോളജി കോഴ്സുകൾ നടത്തപ്പെടുന്നുണ്ട്. ഇന്നിപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിയാണ് കൂടുതൽ നടക്കുന്നത് എങ്കിലും ക്ലിനിക്കൽ സൈക്കോളജി കോഴ്സുകളാണ് കൂടുതൽ നടത്തപ്പെടുന്നതെങ്കിലും ഭാവിയിൽ മറ്റ് 3 ഈ സൈക്കോളജി റിലേറ്റഡ് കോഴ്സിനും കൂടുതലായിട്ട് പ്രാധാന്യം കിട്ടുമെന്നാണ് എൻ്റെ വിചാരം. പ്രത്യേകിച്ച് ഈ ക്ലിനിക്കൽ ന്യൂറോ സൈക്കോളജി എന്ന വിഭാഗത്തിൽ. പക്ഷേ ഈ കോഴ്സുകൾ ഈ ഹോസ്പിറ്റലുകാർ തന്നെ നടത്തണം. ഇപ്പം തന്നെ പല ഹോസ്പിറ്റൽസിലും ഈ ക്ലിനിക്കൽ സൈക്കോളജി എന്നുള്ള കോഴ്സുണ്ട്. അതുകൊണ്ട് ഈ ആശുപത്രി അടുത്തില്ലാത്ത യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഈ ഹോസ്പിറ്റൽ റിലേറ്റഡ് കോഴ്സ് നടത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ MPhil എന്നുള്ള കോഴ്സ് നിർത്തണമെന്നാണ് UGC പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഹോസ്പിറ്റൽസിനോട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഡിപ്ലോമ കോഴ്സോ സർട്ടിഫിക്കറ്റ് കോഴ്സോ നടത്താവുന്നതാണ്. അത് BAയോ MAയോ പാസ്സായ സൈക്കോളജി പാസ്സായ കുട്ടികൾക്ക് ഡിപ്ലോമ കോഴ്സുകളോ സർട്ടിഫിക്കറ്റ് കോഴ്സുകളോ നടത്തി അവരെ ഈ പറഞ്ഞ 4 കാറ്റഗറികളിലായിട്ട് ട്രെയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഹോസ്പിറ്റൽ അടുത്തില്ലാത്ത യൂണിവേഴ്സിറ്റികളിലോ കോളേജുകളിലോ ഏതുതരം സ്പെഷ്യലൈസേഷൻസാണ് നടത്താവുന്നത്. ഇപ്പോൾ അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ ഈ ക്ലിനിക്കൽ ന്യൂറോ സൈക്കോളജി കഴിഞ്ഞ് പിന്നെ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ളത് സൈക്കോളജിസ്റ്റ് ഇൻ ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസ് എന്നുള്ള ഒരു കാറ്റഗറിയാണ്. ഇവരുടെ ട്രെയിനിങ് തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റൽസുമായിട്ട് ബന്ധപ്പെട്ട ഒന്നല്ല. രണ്ടാമത് വരുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയാണ്. ഈ കൗൺസിലിംഗ് സൈക്കോളജിക്ക് ഒരുപാട് ഏരിയകളിൽ ആപ്ലിക്കേഷനുണ്ട്. സ്കൂളുകളിൽ, ബിസിനസ് സ്ഥാപനങ്ങളിൽ, ആർമിയിൽ, ഇനി ഒരുപാട് സ്ഥലത്ത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുടെ ആവശ്യമുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് കൺസൾട്ടിങ് സൈക്കോളജിയാണ്. ഈ കൺസൾട്ടിങ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കൺസൾട്ടേഷൻ. അത് കരിയർ ഗൈഡൻസിനാകാം, വ്യക്തിപരമായ
അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസിനാകാം. അപ്പോൾ ഈ കൺസൾട്ടിങ് സൈക്കോളജി എന്ന് പറയുന്ന പ്രൊഫഷണൽ ഡിവിഷനിലും ധാരാളം മെമ്പേഴ്സുണ്ട്. പിന്നെ ഒരു വളർന്നു വരുന്ന ഏരിയയാണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി. ഈ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയാണ് ഈ മെക്കാനിക്കൽ മോഡൽസിന് എതിരായിട്ട് നിൽക്കുന്നത്. അത് ഈ ക്ലിനിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ മോഡലിനും ബിഹേവിയറിസ്റ്റിക് മോഡലിനുമൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ഒരു മനഃശാസ്ത്ര വിഭാഗമാണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി. അപ്പോൾ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിക്കാർക്കും ഇൻഡിപെൻഡൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡിവിഷനുണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് പോസിറ്റീവ് സൈക്കോളജി എന്നൊരു സൈക്കോളജി ഉണ്ട്. അത് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ്. അതിൻ്റെ സമീപനം ഈ മെഡിക്കൽ മോഡലിനും ബിഹേവിയറിസ്റ്റിക് മോഡലിനും ഒക്കെ എതിരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകളാണ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, അതായത് ആശുപത്രികൾ അടുത്തില്ലാത്ത സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടത്താറുണ്ട്. പിന്നെ ഇന്ന് ലോകമെമ്പാടും തന്നെ ഈ മെഡിക്കൽ ഫീൽഡിൽ പോലും ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പല ആശുപത്രികളുടെയും പേര് തന്നെ ആശുപത്രി എന്ന് പോലും കൊടുക്കാറില്ല, ഹെൽത്ത് എന്നാണ് കൊടുക്കുന്നത്. പിന്നെ പണ്ട് മാനസിക രോഗികൾ എന്ന് മുദ്ര കൂട്ടി അസൈലങ്ങളിൽ ആണ് ആളുകളെ ഇട്ടിരുന്നത്. അതിനുശേഷം മെൻ്റൽ ഹെൽത്ത് സെൻ്ററുകൾ വന്നു. പിന്നെ സാധാരണ ആശുപത്രികളിൽ തന്നെ സൈക്യാട്രിക് വാർഡ് വന്നു. അപ്പോൾ ഈ ലേബലിംഗ് കൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നം നമ്മൾ സൃഷ്ടിക്കുകയാണെന്നുള്ള അഭിപ്രായം ശക്തമായിട്ട് വരികയാണ്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് വേണം ആളുകളെ കാണാനും ട്രീറ്റ് ചെയ്യാനും. അവരെ ഓരോ ലേബൽ കൊടുത്ത് ഒതുക്കാൻ പാടില്ല. അത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും എന്നാണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിക്കാർ പറയുന്നത്. പിന്നെ ഫ്രോയിഡിൻ്റെ ഒരു ഫേമസ് കൊട്ടേഷനുണ്ട്: മെഡിക്കൽ ട്രെയിനിങ് ഈസ് എ ഹാൻഡിക്യാപ്പ് ടു ദി പ്രാക്ടീസ് ഓഫ് സൈക്കോ അനാലിസിസ്. അതായത് ഈ മെഡിക്കൽ ഓറിയൻറ്റേഷൻ, മെഡിക്കൽ ട്രെയിനിങ്, ഇതൊക്കെ സൈക്കോ അനാലിസിസ് എന്ന് ഫ്രോയിഡ് പറഞ്ഞെങ്കിലും അത് മൊത്തത്തിൽ സൈക്കോളജിക്ക് ആപ്ലിക്കബിളാണ്. അത് സൈക്കോളജി പ്രാക്ടീസിന് വലിയ ഒരു തടസ്സമാണെന്നാണ്. അതായത് നമ്മളുടെ മുമ്പിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ ഒരു ലേബലിട്ട് അയാളെ ഒരു മാനസിക രോഗിയെ മുദ്ര കുത്തുകയാണ്. അപ്പോൾ ഇതിന് തന്നെ വലിയ ഒരു ഡാമേജിങ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ നേരെ മറിച്ച് അയാളുടെ എമോഷണൽ റിയാക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ട് കാണുകയാണ് വേണ്ടത്. ഒരുപക്ഷെ നമുക്കായിരിക്കും കൂടുതൽ പ്രശ്നം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തിയേക്കാൾ. നമ്മൾ എന്തുകൊണ്ട് അയാളെ ഒരു കൂടുതൽ പ്രശ്നക്കാരനായിട്ട് കാണുകയും അങ്ങനെ ലേബൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെടാത്ത സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇങ്ങനെ ഒരു പോസിറ്റീവ് സമീപനമാണ് ആവശ്യം. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ട്രെയിനിങ്ങിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. ഈ മെഡിക്കൽ മോഡൽ കൂടുതൽ സയൻറ്റിഫിക് ആണ് എന്നൊരു തെറ്റിദ്ധാരണ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ സൈക്യാട്രിയിൽ പോലും ഈ മാനസിക രോഗം എന്നുള്ള ഒരു കൺസെപ്റ്റ് മാറി റിയാക്ഷൻ ടൈപ്സ് എന്നൊരു കൺസെപ്റ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പല സൈക്യാട്രിക് ടെക്സ്റ്റ് ബുക്കുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അടിസ്ഥാനപരമായ വ്യക്തിത്വം ഒരു പ്രശ്നവുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴാണ് ഈ റിയാക്ഷൻ ടൈപ്സ് ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സ്കിസോഫ്രേനിയ അല്ലെങ്കിൽ ബൈപ്പോളർ, ഇങ്ങനെ പാരനോയ, ഇങ്ങനെ ചില ലേബലുകൾ ഉപയോഗിക്കേണ്ടി വരും. എന്ന് വിചാരിച്ച് നമ്മളൊരു വ്യക്തിയെ ഒരു പ്രത്യേക ലേബൽ ഒതുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങൾ യുണീക്കാണ്. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും വ്യക്തികളായിട്ട് കാണുകയും അവരുടെ പേഴ്സണൽ ഗ്രോത്തിനാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. ഇപ്പോൾ യൂങ്ങിയൻ മോഡലിലാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ട്
ഉള്ള ഒരു ഉദാഹരണം. കാരണം നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിൽ വരുന്ന തടസ്സങ്ങളാണ് ഈ പെരുമാറ്റ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് വേണം പ്രശ്നങ്ങളെ കാണാൻ. അത് വ്യക്തിത്വ വികസനത്തിനുള്ള ഗേറ്റ്ലെസ് ഗേറ്റ്, ഓരോ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണം നമ്മൾ കാണാൻ. പിന്നെ ഈ ഗവേഷണ മേഖലയിൽ എന്തിനാണ് നമ്മൾ ഊന്നു കൊടുക്കേണ്ടത്? ഇപ്പോൾ ഇന്ത്യയിൽ കൂടുതലായിട്ടും ഈ കോറിലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിനാണ് സൈക്കോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇതൊരു ബ്ലൈൻഡ് ആലിയാണ്. കാരണം ഈ 60 കൊല്ലം ഇത്തരത്തിലുള്ള റിസർച്ച് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, എല്ലാം പോസിറ്റീവ്ലി റിലേറ്റഡാണ്. നമ്മളെല്ലാം അൺറിലേറ്റഡ് ആണെന്ന് സങ്കല്പിക്കുകയും ഒരു സിഗ്നിഫിക്കൻറ്റ് കോറിലേഷൻ കിട്ടുമ്പോൾ ഇത് വലിയൊരു കണ്ടുപിടുത്തമാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാം റിലേറ്റഡാണ്. അതുകൊണ്ട് ഇതിൽ വലിയൊരു ഗവേഷണത്തിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ വെറുതെ ഒരു ഗവേഷണത്തെ ഒരു റിച്വലാക്കി മാറ്റാതെ അർത്ഥവത്തായിട്ടുള്ള ഗവേഷണ മേഖലകൾ മനഃശാസ്ത്രജ്ഞർ കണ്ടെത്തണം. അപ്പോൾ ഈ പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകളിലെങ്കിലും അർത്ഥവത്തായിട്ടുള്ള ഗവേഷണം എന്താണ് എന്ന് ചിന്തിക്കുകയും അതനുസരിച്ചുള്ള ഗവേഷണ ടോപ്പിക്കുകൾ കണ്ടെത്തുകയും വേണം. ഒരുപാട് ഈ മനഃശാസ്ത്ര ഗവേഷണം വളരെ ഓബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ്. അതിന് റിസർച്ചിൻ്റെ ഒരാവശ്യമില്ല. ഉദാഹരണമായിട്ട് ഈയിടെ ഒരു കുട്ടിയുടെ ടോപ്പിക്ക് ഞാൻ കാണാനിടയായി. അച്ഛനമ്മമാർ വഴക്ക് കൂടുന്ന വീടുകളിലാണ് കുട്ടികൾക്ക് മാനസികാരോഗ്യം കൂടുതൽ, അതോ അച്ഛനമ്മമാർ വഴക്ക് കൂടാത്ത വീടുകളിലാണ്? ഇങ്ങനെയൊരു ഗവേഷണത്തിൻ്റെ വാസ്തവത്തിൽ ആവശ്യമുണ്ട്. അച്ഛനമ്മമാർ വഴക്ക് കൂടുന്നത് കുട്ടികൾക്ക് ഹാനികരമാണെന്ന് നമുക്കെല്ലാം അറിയാം. ഇതൊരു ഗവേഷണം നടത്തി തെളിവ് കാണിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പ്രൂവിങ് ദ ഓബ്വിയസ്, പിന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് ജിംനാസ്റ്റിക്സ് കാണിക്കുക, ഇതൊന്നും ഗവേഷണമല്ല എന്ന് ഉള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും അർത്ഥവത്തായിട്ടുള്ള ഗവേഷണ മേഖലകൾ കണ്ടെത്തുകയും വേണം. എങ്കിലേ മനഃശാസ്ത്രത്തിന് പുരോഗതി ഉണ്ടാകും. മനഃശാസ്ത്രം ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അല്ല. മനഃശാസ്ത്രം ഇപ്പോഴും അതിൻ്റെ കൗമാരദശയിൽ മാത്രം എത്തി നിൽക്കുകയാണെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ അർത്ഥവത്തായിട്ടുള്ള ഗവേഷണം കൊണ്ട് മനഃശാസ്ത്രത്തിന് പുരോഗതി ഉണ്ടാകുന്നു. മനഃശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം കൂടി വരികയാണ്. അതുകൊണ്ട് മനഃശാസ്ത്ര മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാം കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ ഗവേഷണം നടത്തുകയും അങ്ങനെ ഈ ശാസ്ത്രശാഖയെ വികസിപ്പിക്കുകയും ചെയ്യാൻ ഒരു കടമയുണ്ടെന്നുള്ളത് നാം എല്ലാം മനസ്സിലാക്കണം.